എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ബ്രഹ്മചാരി പ്രകാശ് ചൈതന്യ. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഭഗവതി സേവയെക്കുറിച്ചാണ്. കുറച്ചു പേര് എന്നോട് ചോദിച്ചു എന്താണ് ഭഗവതി സേവ എന്നത്. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ വളരെ ലളിതമായ ഭാഷയിൽ എന്താണ് ഭഗവതി സേവ എന്നത് കുറച്ച് നമുക്ക് ഒന്നിച്ച് നോക്കാം. സായം സന്ധ്യയ്ക്ക് ശേഷം ഹിന്ദു ഭവനങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ഐശ്വര്യലബ്ധിക്കായി നടത്തുന്ന ദേവീപ്രീതികരമായ സാത്വിക പൂജയാണ് ഭഗവതി സേവ. ഹിന്ദു ഭവനങ്ങളിൽ വിഘ്ന നിവാരണത്തിനായി രാവിലെ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും നടത്തുന്നത് സർവ്വസാധാരണമാണ്. പ്രത്യേകിച്ച് വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിനോടനുബന്ധിച്ച് അന്നേ ദിവസം മിക്കവരും ഇത് നടത്തിവരുന്നു. വൈകിട്ട് നടത്തുന്ന ഭഗവതി സേവയിൽ ദുർഗാദേവിയെയാണ് സാധാരണയായി പൂജിക്കുന്നത്. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയ നിറമുള്ള പൊടികൾ കൊണ്ട് കളം വരയ്ക്കുകയും അതിലേക്ക് ഏറ്റവും വൃത്തിയാക്കിയ നിലവിളക്ക് വയ്ക്കുകയും ചെയ്ത ശേഷം ഈ നിലവിളക്കിലേക്ക് സങ്കല്പശക്തി കൊണ്ട് ദേവിയെ ആവാഹിച്ചാണ് പൂജ ആരംഭിക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുന്ന കളത്തെ പത്മം എന്ന് വിളിക്കുന്നു. ദുർഗാമന്ത്രം, ത്രിപുരസുന്ദരി മന്ത്രം, വേദാന്തർഗതമായ ദേവീ സൂക്തം, ദേവീ മാഹാത്മ്യത്തിലെ 11-ാം അധ്യായം എന്നിങ്ങനെയുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ച് ദേവിയെ പൂജിച്ച ശേഷം ലളിതാ സഹസ്രനാമം ജപിച്ച് അർച്ചന ചെയ്താണ് പൂജ അവസാനിപ്പിക്കുന്നത്. ഒപ്പം പഞ്ചോപചാര പൂജ ചെയ്ത് നിവേദ്യവും വയ്ക്കണം. എന്താണ് ഈ പഞ്ചോപചാര പൂജ? ചന്ദനം, തീർത്ഥം, പുഷ്പം, ഗന്ധം, ദീപം എന്നിവയുടെ കൃത്യമായ സമർപ്പണമാണ് പഞ്ചോപചാര പൂജ. ഇങ്ങനെ ഭഗവതി സേവ ലളിതമായും വിപുലമായും നടത്താറുണ്ട്. വിപുലമായി നടത്തുന്നതിനെ ത്രികാല പൂജ എന്ന് പറയുന്നു. അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. ദുരിതമോചനത്തിനായാണ് ത്രികാല പൂജയായി ഭഗവതി സേവ നടത്താറുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശാന്തിദുർഗാ മന്ത്രം പ്രത്യേകം ഉപയോഗിക്കുന്നു. നിവേദ്യം ഈ 3 നേരവും വ്യത്യസ്തമാണ്. രാവിലെ മഞ്ഞപ്പൊങ്കലും, ഉച്ചയ്ക്ക് പാൽപ്പായസവും, വൈകിട്ട് കടും പായസവുമാണ് നിവേദ്യങ്ങൾ. താമരപ്പൂവ് നിർബന്ധമാണ്. തെച്ചി മുതലായ ചുവന്ന പുഷ്പങ്ങളാണ് മറ്റു പൂക്കളായി വേണ്ടത്. എത്രയും കൂടുതൽ പൂവുണ്ടോ അത്രയും നല്ലത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശാന്തിദുർഗാ മന്ത്രത്തോടൊപ്പം ഓരോ കാര്യത്തിനായി ഓരോ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ദേവിയെ പൂജിക്കുന്ന പതിവും ഉണ്ട്. മാംഗല്യ സിദ്ധിക്കായി സ്വയംവര മന്ത്രവും, സർവകാര്യ വിജയത്തിനായി ജയദുർഗാ മന്ത്രവും, ഭയത്തിൽ നിന്നുള്ള മോചനത്തിനായി വനദുർഗാ മന്ത്രവും, വശ്യത്തിനായി അശ്വാരൂഢ മന്ത്രവും, ബാധാപ്രവേശ ശമനത്തിനായി ആഗ്നേയ തൃഷ്ടുപ്പും ഒക്കെ ഇങ്ങനെ പ്രത്യേകം ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ്. സാധാരണയായി വൈകിട്ട് 1 നേരം മാത്രം കടുംപായസം നേദിച്ച് ലളിതമായ പൂജയാണ് നടത്താറുള്ളത്. ദോഷങ്ങളുടെ കാഠിന്യമനുസരിച്ച് 3, 7, 12 തുടങ്ങിയ ദിവസങ്ങളിൽ അടുപ്പിച്ച് നടത്തുന്നതും പതിവാണ്. മാസം തോറും അവരവരുടെ ജന്മനക്ഷത്ര ദിവസം പതിവായി ഇത് നടത്തുന്നത് ഏറെ നല്ലതാണെന്ന് കരുതപ്പെടുന്നു. പൗർണമി ദിവസം ഭഗവതി സേവ വീട്ടിൽ നടത്തുന്നത് ദേവീപ്രീതിക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ്. മന്ത്രസിദ്ധിയുള്ള ഒരു പുരോഹിതനെ കൊണ്ട് ഈ പൂജ ഗൃഹത്തിൽ ചെയ്യിക്കുന്നതാണ് ഏറെ പ്രധാനമായ സംഗതി. ഇനിയിപ്പോൾ എല്ലാവർക്കും ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും മനസ്സ് വിഷമിക്കേണ്ട കാര്യമില്ല. മുടങ്ങാതെ പതിവായി ലളിതാ സഹസ്രനാമം ജപിച്ചാൽ മതി. ഓം നമോ ഭഗവതേ വാസുദേവായ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ.